വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഐറ്റം. ഇത്രയും പയറ് കിട്ടി, ഇത്രയും പയറ്, പിന്നെ കോവയ്ക്ക കാണാമല്ലോ. ഇത്രയും പയറ് കിട്ടി നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകും. നമ്മുടെ വീട്ടിലെ സംഭവമല്ലേ, എന്ത് സന്തോഷമായിരിക്കും ഇങ്ങനെ കേൾക്കാമെങ്കിൽ. ടപ്പ 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 എന്ന് പറഞ്ഞ് നമുക്കൊന്ന് അരിയാം. നമ്മുടെ കമ്പോസ്റ്റ് മാത്രം കൊണ്ടുണ്ടായ നമ്മുടെ ഒരു പൊടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, അല്ലാതെ വേറൊന്നും ഇതിനകത്ത് കളയാനില്ല, വെറും പൊടി. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം കൂടെ ഞാൻ അതിൻ്റെ തുമ്പ് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ടക്ക് 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 കിടുകിടുകിടുകിടാന്ന് പറഞ്ഞ് അരിഞ്ഞെടുക്കാം. എന്താ കേട്ടാ, എന്ത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള, അതായത് മാത്രം ഒന്നാക്കാം നമുക്ക്. എന്നിട്ട് ടപ്പേന്നും പറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ, മറ്റേ ഭാഗം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കട്ട് ചെയ്ത് വെച്ചായിരുന്നേ. അപ്പം നമുക്കൊന്ന് പടപടപടാന്നൊന്ന് ഇച്ചിരി വലിയ പീസസ് ആയിട്ട് മേക്ക് വരട്ടെ. എന്താ, അതവിടെ ഇരിക്കട്ടെ. പയറ് മാത്രം എടുക്കാം നമുക്ക്, ബാക്കി കോവയ്ക്ക നാളെ എടുക്കാം. കോവയ്ക്ക ഇപ്പം ചേട്ടൻ പൊപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ പിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ, ഞാനല്ല. അപ്പോൾ നമുക്ക് എളുപ്പമൊന്ന് ഇതൊരു പരിവെക്കാം കേട്ടോ. ഇച്ചിരി വലുതായിട്ടാക്കേ, ചെറുതായിട്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്ത് സന്തോഷം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ. വെറും പിഞ്ചാണിത് കേട്ടോ, കുറച്ചുകൂടെ വലുതാവും. ഒരുപാട് വലുതാകാൻ നോക്കിയില്ല. വഴുതനയുണ്ട് നമുക്ക്, കോവയ്ക്കയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കോവയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ കണ്ട. പിന്നെ വഴുതന ഇതും ഉണ്ട്, മറ്റേ കളറും ഉണ്ട്. കോവയ്ക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായിട്ട് മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതേ. കണ്ട, വെള്ളം വറ്റി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ മറക്കണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. പ്ലീസ് ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, പൊട്ടി തീർന്നു കേട്ടോ. കഴിഞ്ഞ് നമുക്ക് ആ പയറിട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട്, ചട്ടി ആയതുകൊണ്ടേ, ചട്ടി ഇരുമ്പേട്ടി അങ്ങനെയൊക്കെ ഉള്ളത് നല്ല ചൂടാണ്. നമുക്ക് കൊടുക്കാം. ഇന്ന് ലേശം ഇളക്കുക. ഇളക്കിയിട്ട് നമുക്ക് ഒരു സവാള ഇവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തേക്കെ. ഉപ്പ് വെള്ളത്തിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്, അതൊഴിച്ച് കൊടുക്കാം. ഇതൊന്നാവട്ടെ. ഒന്ന് ഇതായിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരു സവാളയും കൂടെ, സവാളയും പച്ചമുളകാണ് ഇടുന്നത്. പക്ഷേ പച്ചമുളക് ഇട്ടാൽ കാര്യമുണ്ട്, ഈ കളറായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും പച്ചമുളക് തന്നെ ഇടാം. നമ്മളൊരൊറ്റ വെച്ച് വെച്ചിട്ട് ഇത് നമ്മുടെ സവാള കത്തിക്കായിട്ട് വെക്കുന്നത്, നൈസാക്കി വെക്കുന്നത്.
എളുപ്പമാവും കേട്ടോ, ഇഞ്ചല്ലേ. നമുക്ക് വേണമെന്ന അല്പം ജീരകപ്പൊടി അതുകൂടെ ഇട്ട് കൊടുത്തേക്കാം. കുറച്ച് ഇടാവുള്ളൂ ജീരകപ്പൊടി. മതി. സത്യം പറഞ്ഞാൽ മസാലകളൊന്നും ഇതിനകത്ത് ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റരുത്. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഒരുപാട് മസാലയിൽ കുളിച്ചു പോകും. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് വെക്കാം. മതി, ഇത്രയാണ് മസാലകൾ അടച്ചു വെക്കുക. ആയിട്ട് കാണിച്ചു തരാം. ഒന്നുകൂടെ നോക്കാം നമുക്ക്. നല്ല സൂപ്പർ മെഴുക്കുവരട്ടിയായി. 5-6 കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് എടുക്കാം. നന്നായിട്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ പയറ് മെഴുക്കുവരട്ടി. വേറെ ഒന്നും ഒരുപാട് ആ സാധനങ്ങളിട്ട് ഈ പയറിൻ്റെ ടേസ്റ്റ് കളയരുത്. നമ്മളങ്ങനെ വേണം. വളരെ കുറച്ച് മസാലകളെ ഇടാവുള്ളൂ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വേവിക്കുന്നത്. കണ്ടല്ലേ എല്ലാവരും? നല്ല സൂപ്പറല്ലേ ഇത്? നമ്മുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലുമൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ കഴിഞ്ഞ് വേറെ സന്തോഷം വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലൊക്കെ നിങ്ങളുടെ വീട്ടിലും 2 പയറിൻ്റെ തൈ വെക്കാമെങ്കിൽ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കിളിച്ച് പെട്ടെന്നാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.